ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബീച്ചിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അന്ധകാര നഴി ബീച്ച്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ്. നല്ല ഫുഡ്, അതുപോലെ തന്നെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അന്ധകാര നഴി ബീച്ചാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പോയി നോക്കാം. അന്ധകാരനഴി ബീച്ചിലെ ചെറിയൊരു വാക്കിംഗ് ബ്രിഡ്ജ് ആണിത്. നമുക്കറിയാം 14 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഒരു ബീച്ച് ആയതുകൊണ്ടിട്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സമാധാനപരമായിട്ട് നടന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ആണിത്. വലിയ ലെങ്ത് ഒന്നും ഇല്ല, എന്നാലും നമുക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ള കടലുകളെ തമ്മിൽ ആ ഒരു ഏരിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ആണിത്. പിന്നെ സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം ചേട്ടന്മാര്, ഒരു 5-6 ചേട്ടന്മാര് വല വീശുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അത് വാങ്ങിക്കാൻ വന്നേക്കുന്ന കുറച്ച് ചേട്ടന്മാരുടെ സമയം രാവിലെ 10:30 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഈ ടൈമിൽ തന്നെ നല്ല ഫ്രഷ് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന കുറച്ചുപേരെ നമുക്കിവിടെ കാണാൻ പറ്റും. ചേട്ടന് എവിടെയാണ്? ഇവിടെ തന്നെയാണോ വലവീശലുള്ളത്? വലവീശൽ നമ്മൾ ഈ അഴീക്കൽ ബീച്ചിൽ തന്നെയാണ്. ഇപ്പൊ ഇത് നമുക്ക് കൂടി വന്ന ഒരു 1.5 മാസം 2 മാസം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് അടഞ്ഞു പോകും. പിന്നെ അപ്പൊ നമ്മള് വേറെ പണിക്കായിട്ടൊക്കെ പോകും. അടഞ്ഞു പോകുന്ന വെച്ചാല് ഇത് തന്നെ മണ്ണ് വെച്ച് ഇത് എന്തായി പോകും, അടയും. അപ്പൊ അങ്ങോട്ടേക്കും വെള്ളം കയറത്തില്ല. അപ്പൊ എവിടെയാ ജോലിക്ക് പോയിന്? കാസർഗോഡ് കാഞ്ഞങ്ങാട്. എത്ര പേരുണ്ട് അവിടെ? നമ്മള് വളരെ 40 പേരോളം ഉണ്ട്. എങ്ങനെയാണ് 40 പേര് പോയി കഴിഞ്ഞാൽ? രാവിലെ വെളുപ്പിന് 5 മണിക്ക് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് മുമ്പായിട്ട് കയറും, അല്ലെങ്കിൽ വൈകിട്ട് 5 മണി വരെ നോക്കും. ഇപ്പൊ എന്ത് മത്സ്യം ഇപ്പൊ കടലിൽ കൂടുതലുള്ളത് ഇപ്പൊ ചെമ്മീനും മത്തിയുമാണ്. ഇപ്പൊ കടലിൽ ഇപ്പൊ ഇന്ന് മാത്രമേ കുറഞ്ഞുള്ളൂ. ഇത്ര ദിവസം കടലിൽ കൂടുതലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു 3 ആഴ്ചയോളം പണിക്ക് പോയിട്ടില്ല, കാറ്റും മഴയൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ 40 പേര് ഒരു വഞ്ചിക്ക് പോവാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭാഗിച്ചെടുക്കാനുള്ള ഒരു കൂലി നമുക്ക് അതിൽ നിന്ന് കിട്ടുമോ? അത് നമുക്ക് 1 ലക്ഷം രൂപയുടെ മീനുണ്ടെങ്കിൽ ഒരാളിന് 1000 രൂപ കിട്ടും. ബാക്കി 60% മുതലാളിക്ക് കൊടുക്കണം. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിന് ചില ഡീസല്, വണ്ടി പൈസ ഒക്കെ ഉണ്ട്. അതൊക്കെ മുതലാളി നോക്കണം. ഈ 60%. നമുക്ക് 40% കിട്ടി. നമ്മൾ 40 പേരുണ്ട്. അത് 1000 രൂപ വെച്ച് കിട്ടും. അതിപ്പോ 50,000 കിട്ടി നമ്മൾ അങ്ങനെ 50,000 കിട്ടിക്കഴിഞ്ഞാൽ 20,000 കിട്ടും. നമുക്ക് 1 ലക്ഷത്തിന് നമുക്ക് 40,000 രൂപ കിട്ടുള്ളൂ. 1 ലക്ഷത്തിന് മീനെ കിട്ടാറുണ്ടോ? 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം രൂപ മീനെ കിട്ടാറുണ്ട്. ഒരു പോക്കില് ഒരു ദിവസം. അത് ഒരു ദിവസം കിട്ടുമ്പോ 10 ദിവസം ഒന്നും ഉണ്ടായില്ല. അപ്പൊ കിട്ടണ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, ചെലവിൽ തന്നെ പോകും. എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ പോയിട്ട്? 3 പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കോൾ പിടിച്ച് നമ്മുടെ വള്ളവും വലയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. 4 പേർക്ക് പരിക്കൊക്കെ സംഭവിച്ചായിരുന്നു. എന്തെങ്കിലും ഈ സ്രാവ് അങ്ങനെയുള്ള? ഇല്ല, സ്രാവ് ഇല്ല. പിന്നെ സ്രാവിനെ കാണാറുണ്ട്, നമുക്ക് അങ്ങനെ അതിന് പിടിക്കാനൊക്കത്തില്ല. അത് വലിയ നമുക്ക് ഈ മത്തി, ചെമ്മീൻ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടാറുള്ളൂ. അന്ധകാരനഴി എന്നുള്ള പേര് വന്നത് ഒരു കോൺട്രാക്ട് ഇട്ട പേരാണിത്. ഈ അഴി കെട്ടി കിടക്കുന്ന കോൺട്രാക്ട് ഇട്ട പേരാണ്. 1956 അതിലാണ് ഈ പേര് വന്നത്. അതിന് മുമ്പ് ഇതിന് അന്ധകാരനഴി എന്നായിരുന്നു പേര്. ആ കോൺട്രാക്ട് നീതി ബന്ധിക്കുന്ന ദിവസം ഈ അഴി കെട്ടി അടച്ച് നീതി ബന്ധിക്കുന്ന സമയത്ത് പിന്നെ അയാളെ കടലടിച്ച് കിഴക്കോർത്ത് വണ്ടയെന്ന് കിഴക്കോർത്ത് ഇട്ടു. കിഴക്കോർത്ത് ഇട്ടപ്പോൾ ഈ തൊഴിലാളികളൊക്കെ കൂടി ഇയാൾ എടുത്ത് കരവെച്ചപ്പോൾ അയാളിട്ട പേരാണ് അയാൾ അന്ധകാരത്തിലായിപ്പോയെന്നാണ് അയാൾ പറഞ്ഞത്. അത് പിന്നെ അന്ധകാരനഴിയായി. അതൊക്കെ മുമ്പ് ഇത് മനക്കോടത്തഴി എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ ഇത് ഒരുപാട് തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടാവുകയും ഈ അഴി കെട്ടിയടക്കാൻ അതിന് വേണ്ടി വെച്ച സ്ഥലമാണിത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 14 ഏക്കർ സ്ഥലമാണ് ഈ സർക്കാർ അക്കോർഡ് ചെയ്തെടുത്തത്. അതെടുത്തിട്ട് ഇവിടെ അടക്കാമരവും തെങ്ങും ചെളിയൊക്കെ ഇറക്കി ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് അരി കെട്ടി അടക്കുന്നത്. ആ അരി കെട്ടി അടച്ച് കഴിഞ്ഞാൽ പിന്നെ കൃഷിയുടെ ആവശ്യത്തിനുള്ള കഴിവായൊക്കെ വെക്കണം. ഇവിടെ കിഴക്കൂർത്ത കൃഷിയുടെ ആവശ്യത്തിനുള്ള കഴിവായൊക്കെ വെക്കണം.
അങ്ങനെ അയാൾ പറഞ്ഞാണ് അന്ധകാരരി എന്ന് പറഞ്ഞ് അയാൾ അന്ധകാരത്തിലായിരുന്നു പറഞ്ഞ് അയാൾ അന്ധകാരരി ആയി പിന്നെ പറഞ്ഞ് അന്ധകാരരിയായി. ഇപ്പം അന്ധകാരരി പോസ്റ്റ് ഓഫീസുണ്ട്, അന്ധകാരരി ഒരു പേരായി. പക്ഷേ മനക്കോട് പിന്നെ ലൈറ്റ് ഹൗസിൽ എഴുതി വെച്ചിരിക്കണത് മനക്കോടത്തെ എന്നാണ്, മനക്കോട ലൈറ്റ് ഹൗസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുമ്പ് മനക്കോട് ഇപ്പോഴും കുറേ പേര് പറയുന്നത് മനക്കോടത്തരി എന്നാണ്. ഇത് ജൂൺ മാസത്തിലാണ് ഇത് പൊട്ടിക്കണത്. അത് ഒരുപാട് തൊഴിലാളികൾ നിന്നാണ് പൊട്ടിക്കണത് അന്ന്. അത് കുറച്ച് സ്ഥലം പൊട്ടിച്ചാൽ മതി, ബാക്കിയുള്ള സ്ഥലമൊക്കെ മണ്ണ് കോരിക്കൊണ്ട് പോകുന്ന സ്ഥലമായിരുന്നു. ഈ 4 പഞ്ചായത്തിന് ആവശ്യമുള്ള മണ്ണ് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ മണ്ണാണ്. ഇവിടെ നിന്നുള്ള മണ്ണാണ് 4 പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കരുതല സൂക്ഷിക്കാനും വീടിൻ്റെ മുറ്റം സൂക്ഷിക്കാനും ഒക്കെ ഈ മണ്ണാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ പിന്നെ പറയണ്ടായി, ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞേ ഇത് എംസാൻഡിൽ കയറ്റി ഈ മണ്ണ് ഇവിടെ വന്ന് പിന്നെ അഴിമതി നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കളക്ടർ ഈ മണ്ണെടുക്കൽ നിരോധിച്ചത്. അതിൻ്റെ അങ്ങനെ ഇപ്പോൾ മണ്ണെടുക്കില്ല. ഇപ്പോൾ JCB വന്ന് മാന്തിയെങ്കിൽ മാത്രമേ അരി പൊട്ടുകയുള്ളൂ. അത് കുറേ മണ്ണ് കടലെടുത്തോണ്ട് പോകണം. കടലെടുത്തോണ്ട് പോയി കടപ്പുറം തീർന്നെങ്കിൽ മാത്രമേ ഇത് പൊട്ടിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാൻ പോകുന്ന വള്ളത്തിൽ 15 പേര് ഉണ്ടാവും. അത് ഈ വർഷകാലത്താണ് അതിൻ്റെ പണി നടക്കുന്നത്. പിന്നെ ബോട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞാൽ മീനിന് വില കുറയുന്നത് കാരണം അന്നേരം ഈ വള്ളമൊക്കെ ഈ ചെറിയ വള്ളമൊക്കെ കരക്കയറ്റി വെക്കും. പിന്നെ അടുത്ത സീസണിൽ പോലെ ജൂൺ മാസം ജൂലൈ ടൂറിസ്റ്റുകൾ വരും. ഞായറാഴ്ച മാത്രമേ വരുള്ളൂ ഇവിടെ. പിന്നെ സ്കൂള് തുറക്കുന്നതിന് മുമ്പാണെങ്കിൽ സ്കൂളിൻ്റെ അവധി സമയത്താണെങ്കിൽ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നതാണ്. ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 4.5 ലക്ഷം രൂപക്ക് ലേലം പോയ സ്ഥലമാണിത്. ഇപ്രാവശ്യം പഞ്ചായത്ത് നേരിട്ട് പിടിക്കുകയാണ്. ലേലം 4 ലക്ഷം രൂപക്ക് ലേലം പോയി. ഈ സ്ഥലേ ടൂറിസ്റ്റുകൾക്ക് ടോൾ പിരിക്കാൻ അവർ പിന്നെ വണ്ടിയുടെ ടോളൊക്കെ പിരിക്കും. എന്ന് പറഞ്ഞാൽ കാറിന് 25, ബൈക്കിന് 5, ഓട്ടോറിക്ഷയ്ക്ക് 15, അങ്ങനെയൊക്കെ അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ റേറ്റിൽ ആണ് മേടിച്ച് രസീത് കൊടുത്ത് വണ്ടിക്കാരെ എടുപ്പിച്ചിരിക്കണം. അതിന് വേണ്ടി ബസ് ഇവിടം വരെ വരും. ഇവിടുന്ന് ഇവിടെ സ്റ്റോപ്പുള്ള ബസ്സുണ്ട്. പിന്നെ കുറച്ച് ബസ് ഇവിടെ കിടക്കും. ആലപ്പുഴ ഇവിടുന്ന് 35 കിലോമീറ്റർ ആലപ്പുഴ ടൗണിലേക്ക്. ഇവിടുന്ന് കൊച്ചിയിലേക്ക് 35 ഉണ്ട്. കൊച്ചിയുടെ ആലപ്പുഴയുടെ മധ്യത്തിലാണ് ഈ അന്ധകാരരി റെയിൽവേ സ്റ്റേഷൻ. അവിടെ തന്നെ ബസ്സിൻ്റെ അതെനിക്ക് ഞാനങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ വളരെ കുറച്ച് യാത്ര ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ 2-3 കൊല്ലമുണ്ട്. ഇപ്പൊ കുടുംബശ്രീ ചേച്ചിമാര് കേരളത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ തന്നെ അന്ധകാരനഴി ബീച്ചിലും അങ്ങനെ ഒരു കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്, ഐശ്വര്യ കുടുംബശ്രീ ഹോട്ടല്. ഇവിടെ നമ്മുടെ വാക്കിംഗ് ബ്രിഡ്ജിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. ഇപ്പൊ രാവിലെ 2 ചേച്ചിമാരെ ഇവിടെ എത്തിയിട്ടുള്ള അവര് ഊണൊക്കെ റെഡിയാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പൊ നമുക്ക് ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണാം. ചേച്ചി മിനി. ഇതിപ്പോൾ 16 വർഷമായി. ഇവിടെ ഫുഡ് കപ്പയുണ്ട്, ബീഫുണ്ട്, പോട്ടിയുണ്ട്, കക്കാറച്ചിയുണ്ട്, മീനുണ്ട്, ചെമ്മീനുണ്ട്. ഇറച്ചി എടുക്കണം ഞങ്ങൾ അർത്തിങ്കന്ന്, പിന്നെ കക്കാറച്ചി ചേർത്തലേന്ന്. മീനൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. കപ്പയും പൊട്ടി പിന്നെ കക്കാറച്ചി അത് എപ്പോഴും വേണം ഇവിടെ. ആ വരുന്നുണ്ട്, ഒത്തിരി ആൾ വരുന്നുണ്ട്. നമ്മുടെ ഫുഡെല്ലാം പോവുകയും ചെയ്യും. ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങൾ 4 പേര് ഇപ്പം ചെയ്യണം. 4 പേരുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു 6 പേരുണ്ടായിരുന്നു. അവരൊക്കെ മാറി. കച്ചവടം മോശമായപ്പോഴേ പറ്റുന്നില്ല, ഇവിടെ നിന്നിട്ട് രക്ഷയില്ല. അങ്ങനെ ഓരോരുത്തരും മാറി. ഇപ്പം 4 പേര്. കിട്ടും. കിട്ടും, കിട്ടി. വലിയ പ്രതീക്ഷയില്ല, നമുക്ക് ഉള്ളപ്പോൾ കിട്ടും. ഞായറാഴ്ച അവധി ഉണ്ട്, ചെറുതായിട്ട് അവധി പിന്നെ തിരക്കുണ്ട്. ഞായറാഴ്ച കൂടുതലും. പിന്നെ വെക്കേഷനില്ലേ ആ സമയത്ത് സീസൺ, ഓണം, ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ നല്ല കച്ചവടമുണ്ട്.
എൻ്റെ പേര് ലാലി. ചേച്ചി ഇവിടെ എന്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? ഞാൻ ബജ്ജികൾ ബജികളെല്ലാം ഉണ്ടാക്കും. എന്തൊക്കെ ബജിയുണ്ട്? മുട്ട ബജ്ജി, മുളക് ബജ്ജി, കോളിഫ്ലവർ, പഴംപൊരി. ചേച്ചി ഈ ഫീൽഡിൽ തന്നെയാണോ? 16 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. അടുത്ത് തന്നെ ഉള്ളവരാണോ നിങ്ങൾ? ഞങ്ങൾ രണ്ടുപേരും അടുത്തുള്ള. ഇവിടെ യൂണിഫോം ഒക്കെ നിങ്ങൾക്ക് നിർബന്ധമാണോ? ഇത് നിർബന്ധം, കുടുംബശ്രീയിലുള്ളതല്ലേ. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സർക്കാരിൻ്റെ ഭാഗത്ത് ലോണ് തരും, അത്രയേ ഉള്ളൂ. ലോൺ തരും, അത് നമ്മൾ തിരിച്ചടക്കണം. അടയ്ക്കണം. ഇപ്പൊ എല്ലാ വർഷവും നിങ്ങൾക്ക് എന്തെങ്കിലും പുതുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ തരുമോ എക്സ്ട്രാ ലോൺ? ഇല്ല, അത് ഞങ്ങൾ അടച്ചു തരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോ ഇവിടെ ഇത്രയും 16 വർഷമായില്ലേ, അപ്പൊ ഇങ്ങനെ ഒരു ഹോട്ടൽ ഒരു മറക്കാനാവാത്തൊരു ഓർമ്മ എന്തെങ്കിലും ടൂറിസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? അവര് സ്ഥിരം കസ്റ്റമറെ ഞാൻ കൊണ്ട് കൊച്ചിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് വരും. ഫുഡ് കഴിച്ചാരെങ്കിലും പൈസ ഇല്ലാണ്ടവർക്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ ഒത്തിരി പേർക്ക് എല്ലാ ദിവസവും 2-3 പേർക്ക് കൊടുക്കും ഞങ്ങൾ. അതൊന്ന് എങ്ങനെ അവര് വരുമ്പോ അത് ഇവിടെ തന്നെ ഉണ്ട് ഒരു പയ്യൻ, ഓർമ്മയിലാണ് നടക്കണേ. പുള്ളിക്ക് സ്ഥിരം ചായ, പുള്ളി ആവശ്യമുള്ളതൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കും. സ്ഥിരം. അതൊരു നഷ്ടമായിട്ട് കാണുന്നില്ല? ഇല്ല ഇല്ല, അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഒത്തിരി പേര് പറ്റിച്ചും പോവും, തിരക്ക് കയറുമ്പോഴേ തിന്നിട്ടൊക്കെ കണ്ടുപോകും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒത്തിരി പൈസ പോകും. അന്ധകാരനഴി ബീച്ചിൽ എത്ര നേരം വേണമെങ്കിലും ശാന്തമായി നമുക്ക് സമയം ചിലവഴിക്കാം. കാണുമ്പോൾ പരന്നു കിടക്കുന്ന തീരവും തിരയുമാണ് മുൻപിലെങ്കിലും കണ്ണു തുറന്ന് ശരിയായി നോക്കിയാൽ അവിടെ ആസ്വദിക്കാൻ ഒട്ടേറെ കാഴ്ചകളുണ്ട്. കാഴ്ചകൾ കണ്ടും തിരയെണ്ണിയും മതിയായില്ലെങ്കിലും അടുത്തുള്ള അർത്തുങ്കൽ പള്ളിയിൽ കൂടി പോകാൻ തീരുമാനിച്ച് അവിടെ നിന്നും യാത്ര തിരിച്ചു. ആലപ്പുഴ ജില്ലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് അർത്തുങ്കൽ പള്ളി. നമ്മൾ ഒരുപാട് സിനിമ പാട്ടുകളിലൂടെയൊക്കെ ഈ പള്ളിയുടെ പേര് പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ജാതി മത ഭേദമന്യേ വിശ്വാസികൾ അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഇടം കൂടിയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഏരിയയിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊരു മ്യൂസിയം ഉണ്ട് പള്ളിയുടെ തന്നെ. അതുപോലെ തന്നെ സ്റ്റാച്യൂസ് ഒരുപാടുണ്ട്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ബൈബിളിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളി ഒന്ന് കാണാം. പള്ളി എന്നറിയപ്പെടുന്ന സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്ക, പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. മുതൽ പള്ളി പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും 1581 പണി കഴിഞ്ഞ് വിശ്വാസികൾക്കായി ദേവാലയം തുറന്നുകൊടുത്തുവെന്നും ചരിത്രം പറയുന്നു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളത്തിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചിരുന്നത്. ബ്രിട്ടീഷ് വാസ്തുശൈലിയിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് പള്ളി പണികഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം എല്ലാ വർഷവും നടത്താറുണ്ട്. അർത്തുങ്കൽ ബീച്ചിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് 2 പള്ളികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കടലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരുപാടുണ്ട് ഇവിടെ. വള്ളം ഇറക്കുന്നതിന് മുൻപ് ഇവർ ഇവിടെ വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. മത്സ്യത്തൊഴിലാളികളോടുള്ള ആദരസൂചകമായും വിശ്വാസത്തിന്റെ പ്രതീകമായും ഇവിടെ കപ്പൽ മാതൃകയിലുള്ള കപ്പേള പണികഴിപ്പിച്ചിട്ടുണ്ട്.
വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛന്റെ അടുത്തെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഉണ്ട്. ഇവിടെ നിന്നാൽ പ്രാർത്ഥനകൾക്കപ്പുറം കടലിന്റെ ഇരമ്പം നമുക്ക് കേൾക്കാം. അർത്തുങ്കൽ പള്ളി കേവലം ഒരു മതവിശ്വാസത്തിന്റെ അടയാളം മാത്രമല്ല, പുരാതന വാസ്തുശൈലിയിലൂടെ നമ്മളെ പഴയ കാലഘട്ടത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യിപ്പിക്കുന്ന അത്ഭുത പ്രദേശം കൂടിയാണ്.